എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കെതിരെയും കേരള PSCക്കെതിരെയും സുപ്രീം കോടതിയിൽ SLP പെറ്റീഷൻ ഫയൽ ചെയ്തു. കേരളത്തിലെ 5 വിദ്യാർത്ഥികളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേരള ഹൈക്കോടതിയെ സമീപിച്ച ശേഷമാണ് സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ SLP ഫയൽ ചെയ്തത്. നിലവിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് 5 പേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെന്നുള്ളതാണ്. അവരാണ് കേസിന് പോയത്. അതേപോലെ തന്നെ ഒരു കാര്യം അറിയാൻ കഴിഞ്ഞ സുപ്രീം കോടതിയിലുള്ള 28 യൂണിവേഴ്സിറ്റിയുടെ കാര്യം പോലെയാണ് ഇതും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേസും 2019 കൊടുത്ത കേസാണ്. ഇത്രയും വർഷമായിട്ട് അനക്കമില്ല. 2024 തീരുമാനമൊന്നും ആയിട്ടില്ല. ഇതാണ് അവസ്ഥ. ഡയറി നമ്പർ ഞാൻ പറയാം: 33032/2019. കാരണം എന്താണ്? ആരും കോടതിയിൽ ഹാജരാകുന്നില്ല. അണ്ണാമല കേസ് പോലെ തന്നെയാണ് ഇത്. UGC സുപ്രീം കോടതിയിൽ പോയില്ലേ, ആ കേസ് പോലെയാണ് ഇത്. ആരും സമയത്ത് ഹാജരാകുന്നില്ല. ഇത്രയും വർഷങ്ങളെടുത്തു. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അതേപോലെ തന്നെ ഒരു കാര്യം, പലർക്കും സംശയം തോന്നാം, ഇതെന്തിൻ്റെ കേസാണ് ഇവർ കൊടുത്തിരിക്കുന്നത്, എന്താണ് കാരണം എന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അത് നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അറിഞ്ഞ വിവരങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് വീഡിയോയിൽ പറയുന്നത്. അണ്ണാമല കേസിന് മാത്രമാണ് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത്. കാരണം ഞങ്ങൾ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരാണ്. ഇനി കാലിക്കറ്റ് PSC സുപ്രീം കോടതി കേസ് സംബന്ധിച്ചുള്ള കേസ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഡയറി നമ്പരും കേസ് നമ്പരും ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമുള്ളവർക്ക് അത് നോക്കി കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താം. അത് നിങ്ങളെയൊക്കെ കാര്യങ്ങളാണ്. ഞാൻ വീഡിയോ ഇടുന്നത് സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോയിൽ ഇടുന്നത്. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കിതിൽ പറയാനില്ല. 2019 ഫയൽ ചെയ്ത കേസാണ്. ഇതിൻ്റെ ഹിയറിംഗ് വരുന്നത് 7/1/2025. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിലും കേസിലുള്ളതെന്ന്. ഇത് തന്നെ എക്സാമ്പിളാണ്. കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കേസ് സുപ്രീം കോടതിയിലുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കുക. എന്ത് കേസ് തന്നെയാണെങ്കിലും ആകട്ടെ, സുപ്രീം കോടതിയിലുണ്ടല്ലോ, അത് ചിന്തിച്ചാൽ മതി. ഇനി ഈ വീഡിയോ ഇടുന്നത് ഒരു യൂണിവേഴ്സിറ്റിയെയും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാവർക്കും ഉള്ളത്. ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനും UGC അംഗീകാരവും കാണില്ല, കോഴ്സിന് അംഗീകാരം കാണില്ല, ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനും പ്രശ്നമായിരിക്കും. ആകെ മൊത്തം പ്രശ്നം. ഒടുക്കം ആ UGC അംഗീകാരം ഇല്ലാത്ത യൂണിവേഴ്സിറ്റി പഠിച്ച ആൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ കോടതിയിൽ കേസ് പറയേണ്ടതായിട്ടുള്ള അവസ്ഥ നേരിടേണ്ടതായിട്ട് വരും. വീഡിയോ പറയുന്നില്ലേ, കാലിക്കറ്റിൻ്റെയും PSCയുടെയും കേസ്, കുറച്ച് പേർ ചേർന്ന് കോടതിയിൽ പോയിരിക്കുന്ന കേസ്. അത് അംഗീകാരത്തിൻ്റെയോ എന്ത് കേസ് തന്നെ ആവട്ടെ, കോടതിയിൽ കേസുണ്ടല്ലോ. അത് തന്നെയാണ് ഇവിടുത്തെ എല്ലാ സർവകലാശാലകളെയും മുഖ്യ പ്രശ്നവും ഇത് തന്നെയാണ്. അംഗീകാരത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമോ, കോടതിയിൽ കേസ് കെട്ടിക്കിടക്കുകയാണ് പല കാര്യങ്ങളും. പലരും കേസിന് പോയിട്ട് വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ വിധി പോലും വരുന്നത്. ഞങ്ങൾ ഫയൽ ചെയ്ത അണ്ണാമല കേസ് സുപ്രീം കോടതിയിലുള്ള ഇടഞ്ഞിഴഞ്ഞ് പോകുന്നത് ഫണ്ടില്ലാത്തത് കൊണ്ടാണ്. ഫണ്ട് മെയിൻ പ്രശ്നമാണ്. പലരും കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് കരുതിയിരിപ്പുണ്ട്. അങ്ങനെയൊന്നും ഇവിടെ നടക്കില്ല. അങ്ങനെയുള്ള ആ കുരുട്ട് ബുദ്ധി ചിന്തിക്കുന്നതാണ് എല്ലാവരും. പക്ഷേ ഒരു പ്രധാന കാര്യമുണ്ട്, ജോലി ലിസ്റ്റിൽ വരുമ്പോൾ, റേറ്റ് ആകുമ്പോൾ ഈ കൈ നനയാതെ മീൻ പിടിക്കാമെന്നും പറഞ്ഞിരിക്കുന്നവരുണ്ടല്ലോ, മൂട്ടിൽ തീ പിടിക്കുന്ന സമയത്ത് അവർ പൈസയെ മുടക്കി കോടതിയിൽ പോകും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അവരുടെ കയ്യിൽ ആ സമയത്ത് പണവും കാണും, എല്ലാം കാണും. ഞങ്ങൾ പബ്ലിക്കിന് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കോടതിയിൽ കൊടുത്ത റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്തു. ഫണ്ടില്ലാത്തത് തന്നെയാണ് മെയിൻ പ്രശ്നം. ഇപ്പോൾ ഇൻഡിവിജ്വൽ കേസായിട്ടാണ് മുമ്പോട്ട് ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. 11 പെറ്റീഷനേഴ്സിന് മാത്രം പ്രൊട്ടക്ഷൻ ഓർഡർ. ഇൻഡിവിജ്വൽ അല്ലേ? അപ്പോൾ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ പോകുന്നവർക്കും மட்டும் இப்போ அந்த 11 பெட்டிஷனர்ஸ் இருக்கும்ல 4+7 அவங்களுக்கு இது அப்ளிகபிள் ஆகும். അവർക്ക് மட்டுം. ஆமா ஆமா ஆமா. മറ്റുള്ളവർക്കാണെങ്കിൽ നമ്മളടുത്ത് കക്ഷി ചേരണം, എന്നാൽ മറ്റല്ലേ അവർക്കും പ്രയോജനം. ஆமா ஆமா. ആ രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് നമ്പർ ഇതിനോടകം എല്ലാവരെയും വന്നു കഴിഞ്ഞു. 11 പേരെയും വന്നു കഴിഞ്ഞു. ഇനി ഞങ്ങൾ കൊടുത്ത കേസിലെ സുപ്രീം കോടതി വെബ്സൈറ്റിൽ റിലീഫിനെ കുറിച്ചുള്ള വിവരങ്ങൾ
കോടതി അവരുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. പെറ്റീഷനേഴ്സ് ആകാൻ താല്പര്യമുള്ളവർ മാത്രം 35,000 ഇടുക. ഫണ്ടില്ലാത്ത പക്ഷം കേസ് നീണ്ടുപോകും. അത്ര തന്നെ. ഞങ്ങൾ ഞങ്ങളുടെ ടാസ്ക് എല്ലാം ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫണ്ട് തരേണ്ടത് നിങ്ങളുടെ കടമയാണ്. ആരും ഫ്രീ ആയിട്ടൊന്നും ചെയ്തു തരത്തില്ല. കേസിന് പൈസ വേണം. പല നെഗറ്റീവുകളും യൂട്യൂബിലായാലും ടെലിഗ്രാമിലും വരാറുണ്ട്. ഞങ്ങൾ കേസ് നടത്തുന്നത് പുട്ടടിക്കാനാണ്, അതടിക്കാനാണ്. പിന്നെ വന്ന് പറയുന്നവരുടെ സ്ത്രീധനം കിട്ടിയ പൈസയ്ക്കല്ല ഞങ്ങൾ കേസ് നടത്തുന്നത്. ആരെയും സ്ത്രീധനം കിട്ടിയ പൈസ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല കേസ് നടത്താൻ. അതൊന്ന് ഓർക്കുക. വിദ്യാർത്ഥികൾ അവർ സമ്മതത്തോടെ തന്ന പൈസയാണ്. പൈസ തന്നവരുടെ ഗ്രൂപ്പ് ഞങ്ങൾ പ്രത്യേകം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് ചൊറിയേണ്ട ആവശ്യമില്ല ഇതിൽ. അതൊക്കെ കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് ഉളുപ്പില്ലാതെ ഇരിക്കുന്ന കുറേ പേർ, അങ്ങനെയുള്ളവരാണ് നമ്മളെ കുറ്റപ്പെടുത്താൻ വരുന്നത്. കേസ് നമ്പർ 16/604/2023 പ്രകാരം ഭാരതിയാറിനെതിരെയും അണ്ണാമല യൂണിവേഴ്സിറ്റിക്കെതിരെയും മറ്റ് ടോട്ടൽ 28 യൂണിവേഴ്സിറ്റികൾക്കെതിരെയും UGC കൊടുത്ത കേസ് പലരുടെയും വിചാരം അടുത്ത വർഷം നടക്കും എന്നുള്ള ഒരു രീതിയാണ്, ചിന്താഗതിയാണ്. എല്ലാവരും അറിയേണ്ടത് ഈ കേസ് ഒരു 5 അല്ലെങ്കിൽ 10 വർഷമെങ്കിലും എടുക്കും. അതാണ് ഇതിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട്. ഈ ആണ്ടിലൊന്നും നടക്കൂല. അതേപോലെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഫണ്ടിടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഞങ്ങളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ആവശ്യമാണ്, അല്ലാതെ ഞങ്ങൾ ആവശ്യമില്ല. ഞങ്ങൾ കേസിന് പോയിട്ടുണ്ട്. പേര് ഓൾറെഡി ഹൈക്കോർട്ടിലും മദ്രാസ് ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ ആവശ്യമാണ്. പൈസ തന്നാൽ നിങ്ങളെ പേരും ചേർത്ത് കോടതിയിൽ ആഡ് ചെയ്ത് വിടും. പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ചായിരിക്കും. അപ്പോൾ നമ്മളെ മാത്രം തലയിൽ എഴുത്തല്ല, നമ്മളെ കാര്യം നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഓർഡർ മാത്രം കിട്ടിയാൽ മതി. ആ ഒരു വെയിറ്റിങ്ങിലാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ വന്ന് കുറ്റപ്പെടുത്തേണ്ട കാര്യം ഞങ്ങൾ എടുത്തില്ല. ആ ഒരു കാര്യം കൂടെ എല്ലാവരും ചിന്തിക്കണം. നിങ്ങളുടെ ആവശ്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ എല്ലാവരും കേൾക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെറ്റീഷനറായിട്ട് വരിക. അല്ലാത്ത പക്ഷം നിങ്ങൾ UGC കേസ് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെറ്റീഷനറായിട്ട് വരിക. 35,000 രൂപയും തന്നു. അതും അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ഡിഗ്രി പഠിക്കുക, അഡ്മിഷൻ എടുത്ത്. അതും അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പൈസ മുടക്കി റാങ്ക് ലിസ്റ്റിൽ വന്ന് റേറ്റ് ആകുമ്പോൾ പൈസ മുടക്കി കോടതിയിൽ പോവുക, സുപ്രീം കോടതിയിൽ. അല്ലെങ്കിൽ UGC കേസ് നോക്കിയിരിക്കും. അതാണ് എനിക്കിതിൽ പറയേണ്ടത്. നമ്മുടെ അടുത്ത് താല്പര്യമുള്ളവർ വന്നാൽ മതി പെറ്റീഷണറായിട്ട്. വലിയ നിർബന്ധമൊന്നും അത് വേണമെന്നുള്ളവർ വന്നാൽ മതി. വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. വരേണ്ടത് നിങ്ങളാവശ്യമാണ്. നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ആരെയും കണ്ടിട്ടല്ല ഞങ്ങൾ കേസ് കൊടുത്തതും ഇറങ്ങി തിരിച്ചത്. അത് ഒന്ന് എല്ലാവരും മനസ്സിലാക്കുക. പെറ്റീഷണർ ആവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ അതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്ന് വിളിച്ച് പറയില്ല. അഡ്മിനെ ഒന്നും തെറി വിളിക്കുകയോ മറ്റ് കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. പൈസ തരുന്നവരടുത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പുണ്ട്, കോൺട്രിബ്യൂട്ട് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ എല്ലാവരും ചേർക്കും. പബ്ലിക് ഗ്രൂപ്പിൽ പറയില്ല. അതാണ് നിബന്ധനകൾ. പബ്ലിക് ഗ്രൂപ്പിൽ വരുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കും. അല്ലാത്തവരെ ബാൻ ചെയ്ത് വിടും. നിൽക്കുന്നവർക്ക് നിൽക്കാം, പോകുന്നവർക്ക് പോവാം. ആ ഗ്രൂപ്പിൽ റൂളുണ്ട്. അത് പാലിച്ച് വരുന്നവർക്ക് വരാം. അല്ലാതെ ഈ വരുന്നവർ പറയുന്നതും കേട്ടിട്ടിരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ പറയുന്നതിന് റൂള്. നാഷണൽ ഗ്രൂപ്പാണ്. എല്ലാ സ്റ്റേറ്റിലുള്ളവർ ആ ഗ്രൂപ്പിലുണ്ട്. കേരള, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, അതർ സ്റ്റേറ്റിലുള്ളവർ ആ ഗ്രൂപ്പിലുണ്ട്. നമ്മൾ കേരളത്തിലുള്ളവർക്ക് മാത്രം വേണ്ടിയല്ല പോരാടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്റ്റേറ്റിലുള്ളവർക്ക് നീതി കിട്ടണമെന്നാണ്. മറ്റ് സ്റ്റേറ്റുകാർ വന്ന് ഓർഡർ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ, പ്രൊട്ടക്ഷൻ ഓർഡർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും എടുത്തു കൊടുക്കും. അതായത് കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല. തമിഴ്നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ കോർഡിനേറ്ററുണ്ട്, ഡൽഹിയിൽ കോർഡിനേറ്റർ വെച്ചിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റിലും നമ്മൾ ഓരോ കോർഡിനേറ്ററിനെ വെച്ചിട്ടുണ്ട്. അതർ സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വന്നാൽ അതർ സ്റ്റേറ്റിൽ നിന്നുള്ളവരെ നമ്മൾ പെറ്റീഷണറാക്കും. അല്ലാതെ കേരളത്തിലുള്ളവർ മാത്രം വരണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധവുമില്ല. ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അവരെ പെറ്റീഷണറാക്കും. അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത്. അല്ലാതെ കേരളത്തിലുള്ളവരെ മാത്രം ആക്കുമെന്ന് നമ്മൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഡൽഹിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നാക്കും, തമിഴ്നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നാക്കും, കർണാടകയിൽ നിന്ന് വന്നാൽ അവരെ ആക്കും. നമ്മൾ സുപ്രീം കോർട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. നാഷണൽ ഇഷ്യൂ ആണ്, നാഷണൽ ഗ്രൂപ്പാണ്. അല്ല കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള മാത്രമുള്ള ഗ്രൂപ്പല്ല, എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. ഓക്കെ.